രണ്ടാമൻ CPI-യും കോഴ വിവാദത്തിൽപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ കനത്ത തോൽവിയിൽ CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിസ്ഥാനത്തു നിർത്തിയ CPI-യും ഇപ്പോൾ നിയമന കോഴയിൽ പെടുകയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പിലെ സ്ഥലമാറ്റത്തിന് CPI നേതാവ് പണം വാങ്ങിയെന്ന് ആരോപണം ഉയരുകയാണ്. ഇക്കാര്യം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കോന്നിയിലെ CPI പ്രാദേശിക നേതാവ് കത്തയച്ചു. വിവാദത്തിന് ആധാരമായ ശബ്ദരേഖ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ജില്ലയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കോന്നിയിലേക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചു എന്നും ഇതിനായി CPI-യിലെ ഒരു സംസ്ഥാന നേതാവ് പണം ആവശ്യപ്പെട്ടെന്നുമുള്ള ശബ്ദരേഖയാണ് പ്രചരിച്ചത്. ഈ ശബ്ദരേഖയിൽ CPI കോന്നി ലോക്കൽ സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി അയച്ചത്. ശബ്ദരേഖയിലെ വിവരങ്ങൾ കൂടാതെ സപ്ലൈകോയിൽ ഉൾപ്പെടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ഒരു സംസ്ഥാന നേതാവ് പണം വാങ്ങുന്നെന്ന് ആരോപണമുയർന്ന കാര്യം പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ CPI സംസ്ഥാന നേതൃത്വം പരാതി സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പത്തനംതിട്ടയിലെ വിഭാഗീയതയാണ് ഇതിന് കാരണമെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPI മണ്ഡലം സെക്രട്ടറിമാർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പണം നൽകാൻ കൂട്ടാക്കാത്ത ഉദ്യോഗസ്ഥനെ കോന്നിയിൽ നിന്ന് ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റിയതായും പരാതിയുണ്ട്. ജോയിന്റ് കൗൺസിൽ നേതാവിനെയാണ് പണം നൽകാൻ വിസമ്മതിച്ചതിന് സ്ഥലം മാറ്റിയത്. പത്തനംതിട്ടയ്ക്ക് പുറമെ എറണാകുളത്ത് നിന്നും പരാതിയുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള ലോക്കൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് കത്തയച്ചിരിക്കുന്നത്. തെളിവുകൾ ഹാജരാക്കാമെന്നും കത്തിൽ പറയുന്നുണ്ട്.